വീണ്ടും അഭിമാന നേട്ടവുമായി ISRO ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി. 3, 2, 1, L40 stages are ignited. Plus 5 seconds. Lift off normal. ഇന്ത്യൻ സമയം രാവിലെ 6:23 GSLV F-15 ഗതിനിർണയ ഉപഗ്രഹമായ NVS-2വുമായി 2ാം നമ്പർ ലോഞ്ച് പാഡിൽ നിന്ന് കുതിച്ചുയർന്നത്. കൃത്യം 19ാം മിനിറ്റിൽ ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിലെത്തിച്ചു. ഇതോടെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള 100ാം വിക്ഷേപണവും വിജയകരമായി പൂർത്തീകരിച്ചു. I am extremely happy to announce from the spaceport of ISRO that the first launch of this year 2025 has been successfully accomplished, with GSLV F-15 launch vehicle precisely injecting the navigation satellite NVS-02 in the required intended orbit. This mission is the 100th launch from our launch pads, which is very significant milestone of India. Till today, including today's launch, we have accomplished 100 launches from these launch pads. ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സംവിധാനമായ നാവിക് ശൃംഖലയുടെ ഭാഗമാണ് NVS-02 സാറ്റലൈറ്റ്. ഗതിനിർണയ രംഗത്ത് അമേരിക്കയുടെ GPS-ന് കനത്ത വെല്ലുവിളി സൃഷ്ടിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അത്യാധുനിക നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. നാവിക് സിഗ്നലുകൾ പൊതുജനങ്ങൾക്ക് മൊബൈൽ ഫോണിൽ ലഭ്യമാക്കാൻ കഴിയുന്ന L1 ബാൻഡിലുള്ള 7 നാവിഗേഷൻ സാറ്റലൈറ്റുകളാണ് ISRO വിക്ഷേപിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. എല്ലാത്തരം ഗതാഗത സംവിധാനങ്ങൾക്കും ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾക്കും സർവേകൾക്കും നാവിക് ഗുണം ചെയ്യും. സയൻസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.